ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ പ്രഷർ കുക്കറിൽ ഒരു ബിരിയാണി റൈസ് തയ്യാറാക്കി എടുത്താലോ. അതായത് ഞാനിന്നിവിടെ ബിരിയാണി അല്ല തയ്യാറാക്കുന്നത്, അതിൻ്റെ റൈസ് മാത്രമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ബിരിയാണി ദമ്മിട്ടിട്ട് ചെയ്യുമ്പോൾ നോൺ വെജ് കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ചിക്കനോ മട്ടനോ ഒക്കെ ചേർത്തിട്ട് ബിരിയാണി തയ്യാറാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കില്ല. അവർക്ക് ചിലപ്പോൾ അതിൻ്റെ റൈസ് മാത്രം കഴിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് റൈസ് സെപ്പറേറ്റ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കുന്നതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 4 സബോള വളരെ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ 4 സബോള നമ്മൾ 2 ഭാഗമാക്കി തിരിക്കും. അത് ഞാൻ റൈസ് തയ്യാറാക്കുന്ന സമയത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ആവശ്യമുണ്ട്. ഈ അണ്ടിപ്പരിപ്പും മുന്തിരി ഞാനിവിടെ ഒരു 2.5 കപ്പ് അരിയാണ് കേട്ടോ റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരി എത്ര ഉണ്ടെന്നനുസരിച്ച് നിങ്ങൾ എത്ര അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണമെന്ന് തീരുമാനിക്കുക. പിന്നെ ഞാനിവിടെ 3 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 4-5 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഷഹി ജീരയാണ്. ഷഹി ജീര ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രഷർ കുക്കറിലായതുകൊണ്ട് തന്നെ ഞാനിവിടെ തക്കോലം ജാതിപത്രി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. കാരണം ഞാനിതിലിപ്പോൾ കുറച്ചൊരു മസാല പൗഡർ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഓവർ മസാല ഇപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പുതിനയിലയും മല്ലിയിലയാണ്. അപ്പോൾ ഒരു പിടി പുതിനയിലയും മല്ലിയില എടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ബിരിയാണി മസാല ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ബിരിയാണി മസാലയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബിരിയാണി മസാലയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ആവശ്യമുണ്ട് നമുക്ക്. അത് ചോറ് കെട്ടാതിരിക്കാനാണ് നമ്മളിപ്പോൾ ചെറുനാരങ്ങ നീര് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് 1-2 ഡ്രോപ്പ് പൈനാപ്പിളിൻ്റെ എസൻസ് വേണം. അതിന് പകരമായിട്ട് ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ പ്യുവർ ഗീ എടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുക. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ അരി 2.5 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2.5 കപ്പ് അരിക്ക് ഞാനിവിടെ 5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ അരി ഞാൻ വയനാടൻ കൈമയാണ് എടുത്തിട്ടുള്ളത്. വയനാടൻ കൈമ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രഷർ കുക്കറിലാണ് ഞാനിവിടെ റൈസ് തയ്യാറാക്കുന്നതെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ പ്രഷർ കുക്കറിൽ റൈസ് തയ്യാറാക്കുന്നത് കൊണ്ട് വയനാടൻ കൈമ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അരി കഴുകിയിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ നേരിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ നിങ്ങൾ വയനാടൻ കൈമയ്ക്ക് പകരം ബസുമതി റൈസാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 20 മിനിറ്റെങ്കിലും ബസുമതി റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം നിങ്ങൾ ചോറ് തയ്യാറാക്കി എടുക്കാൻ. ഇനി അഥവാ ബസുമതി റൈസ് നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ നിങ്ങൾക്ക് നേരമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ പ്രഷർ കുക്കറിൽ നിങ്ങൾ ഒരു വിസിൽ മസ്റ്റായിട്ടും വരുത്തണം നമ്മൾ ബസുമതി റൈസ് ആണെങ്കിൽ. പക്ഷേ വയനാടൻ കൈമയാണെങ്കിൽ ഒരിക്കലും പ്രഷർ കുക്കറിൽ നമ്മൾ വിസിൽ വരുത്തേണ്ട കാര്യമില്ല. നമുക്കപ്പോൾ പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ച് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അത്രയൊക്കെ നെയ്യ് നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. നമ്മൾ ബിരിയാണിയൊക്കെ ആകുമ്പോൾ കുറച്ച് നെയ്യുടെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ബിരിയാണിക്ക് ആ ബിരിയാണിയുടേതായ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുക കുറച്ച്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം മുന്തിരി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അത്. കാരണം എന്ന് വെച്ചാൽ മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് മാത്രം മുന്തിരി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അണ്ടിപ്പരിപ്പ് ഫ്രൈ ആയിട്ട് കോരി എടുത്തതിന് ശേഷം മാത്രം മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് കോരി എടുക്കാം. മുന്തിരി പെട്ടെന്ന് തന്നെ ഒന്ന് ചൂട് തട്ടുമ്പോഴേക്കും തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇവിടെ കോരി മാറ്റിയിട്ട് നമുക്ക് വേറെ മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള 4 എണ്ണം നല്ല തിന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ വേറെ നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യം ഒഴിച്ച് കൊടുത്തേക്കുന്ന ആ 3 ടേബിൾ സ്പൂൺ നെയ്യിൽ തന്നെയാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തത്. അത് കോരിയെടുത്തതിന് ശേഷം അതിൽ തന്നെ നമ്മൾ സബോള ഇട്ട് കൊടുത്തു. ഇനി സബോള അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് അറിയാമല്ലോ സബോള ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യാനുള്ള ഒരു പാകത്തിൽ മൊരിഞ്ഞൊന്ന് കിട്ടണം. ആ സമയത്ത് ഇതിൽ നിന്ന് ഹാഫ് സബോള നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഹാഫ് സബോള കോരി എടുത്തിട്ട് നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചേക്കണ ആ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്.
ഹാഫ് സബോള നമ്മൾ കുക്കറിൽ തന്നെ കിടന്നോട്ടെ. ഇനി ഈ ഹാഫ് സബോളയിലേക്കാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ബേ ലീവ്സ്, അതേപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഷഹി ജീര ഒക്കെ ഇട്ട് കൊടുക്കാം. മസാലകളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2.5 കപ്പ് അരിക്ക് കറക്റ്റ് 5 കപ്പ് വെള്ളം തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. അത് അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു പാനിൽ ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ചിട്ട് ഫ്രൈ ചെയ്ത സബോളയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതാണ് കൂടുതൽ നല്ലത്. ഇതിൽ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചെടുക്കുക. ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കുമ്പോൾ എപ്പോഴും ചെറുനാരങ്ങയുടെ കുരു ഇതിലേക്ക് പെടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസ് കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് വരും. ഇനി നമുക്ക് ഇപ്പോൾ അരി കഴുകിയിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ അരി കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരി കഴുകിയിട്ട് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വയനാടൻ കൈമ ആയതുകൊണ്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർക്കുന്നില്ല. ഇനി അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാറ്റി കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പുതിനയിലയും മല്ലിയിലയും ഓരോ പിടി വീതം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൈനാപ്പിൾ എസൻസ് ആണ്. പൈനാപ്പിൾ എസൻസ് നമുക്ക് 1-2 തുള്ളി ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പൈനാപ്പിൾ എസൻസിന് പകരം നമുക്ക് ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ഫ്രഷ് പൈനാപ്പിളാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഫ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ലത് ഫ്രഷ് തന്നെ ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് പൈനാപ്പിൾ ആണെന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് മാത്രം എടുത്തിട്ട് അത് ചെറുമാതിരി കട്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കണം. കുക്കർ നമ്മൾ വെയിറ്റ് ഇട്ടെങ്കിൽ തന്നെ നമുക്കിത് ഒരിക്കലും വിസിൽ വരേണ്ട ആവശ്യമില്ല. വിസിൽ വരുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ കുക്കർ ഓഫാക്കണം. വിസിൽ വരാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചോറ് കുഴഞ്ഞു പോകും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇതിൽ ഫുള്ള് പ്രഷർ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ടതിന് ശേഷം സ്റ്റവിൽ തന്നെ വെക്കുകയാണെങ്കിലും ചോറ് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വിസിൽ വരുന്നതിൻ്റെ മുന്നായിട്ട് കുക്കർ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചൂടിൽ നിന്ന് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ പ്രഷർ മുഴുവൻ നിറഞ്ഞ് നിൽക്കുകയാണ്, വിസിൽ വന്നിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ പ്രഷർ റിലീസായി കഴിഞ്ഞാൽ നമ്മൾ മൂടി തുറന്ന് നോക്കിയാൽ നമ്മളെ പെർഫെക്റ്റ് ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന നമ്മളുടെ സബോളയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഒന്നില്ലെങ്കിൽ സെർവിങ് ബൗളിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് ചോറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബിരിയാണി റൈസ് മാത്രമായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ബസുമതി റൈസ് ആണെങ്കിൽ ഒരു വിസിൽ വരുത്താനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.